ഇതുവരെ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ മടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ 14ാമത്തെ ലെസണിലാണ് നമ്മൾ ഇന്ന്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് ഡിഡ് ഉപയോഗിച്ച് എങ്ങനെ നെഗറ്റീവ് സെന്റൻസസ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കിയത്. പക്ഷെ ഇന്നത്തെ ലെസണിൽ ഡിഡ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് 2 തരത്തിൽ ഫോം ചെയ്യാം കേട്ടോ. 2 നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഈ ചോദ്യങ്ങൾ മാത്രമല്ല, അതിന്റെ ആൻസേഴ്സും നമ്മൾ ഇന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില പ്രത്യേക വാക്കുകളുണ്ട്. അതും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അതിനു മുൻപ് കഴിഞ്ഞ ലെസണിൽ ഞാൻ തന്ന ഹോംവർക്ക് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തേത് നിങ്ങൾ എല്ലാവരും തന്നെ ശരിയാക്കിയിട്ടുണ്ട്. 2ാമത്തെ സെന്റൻസ് ഉണ്ടാക്കിയപ്പോൾ അവിടെ കോമൺ ആയിട്ടൊരു മിസ്റ്റേക്ക് ഞാൻ കണ്ടു. സെന്റൻസ് ഇതാണല്ലോ, റിയ കൂടെ കൊണ്ടുവന്നില്ല. അവിടെ ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ റിയ ഡിൻ ബ്രിങ് ആൻ അല്ലെങ്കിൽ ദി അംബ്രേല എന്ന് പറയണം. അവിടെ ആൻ അല്ലെങ്കിൽ ദി അത് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അതുപോലെ 3ാമത്തതും അത് എന്റെ ഐഡിയ ആയിരുന്നില്ല. അവിടെ ചിലരെങ്കിലും എഴുതിയത് ദാറ്റ് വാസ് ഇൻ മൈ ഐഡിയ എന്നാണ്. അവിടെ ദാറ്റിനേക്കാൾ കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് ഇറ്റ് ആണ്. കാരണം അവിടെ അത് എന്ന് പറഞ്ഞ് നമ്മളൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ലല്ലോ. അതിനു മുൻപ് പറഞ്ഞ ഏതൊരു കാര്യത്തെക്കുറിച്ച് അത് എന്ന് പറയുന്നതല്ലേ. അവിടെ നമുക്ക് ഇറ്റ് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണല്ലോ പഠിക്കുന്നത്. പക്ഷെ ആദ്യം നമുക്ക് സെന്റൻസസ് അതുപോലെ അതിന്റെ നെഗറ്റീവ് ഫോം ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. പഠിച്ച കഴിഞ്ഞ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ചാൻസും കിട്ടും. അപ്പൊ ആദ്യത്തെ സെന്റൻസ് ഇതാണ്, മിനി കരഞ്ഞു. എങ്ങനെ പറയും? മിനി ക്രൈഡ് അല്ലേ? കാരണം കരയുക എന്നുള്ളതിന് നമ്മൾ ക്രൈ എന്നാണ് പറയുക. അപ്പൊ കരഞ്ഞു എന്ന് പാസ്റ്റ് ഫോം വരണം. അതുകൊണ്ടാണ് ക്രൈഡ് യൂസ് ചെയ്തത്. മിനി ക്രൈഡ്. ഇനി മിനി കരഞ്ഞില്ല, നെഗറ്റീവ് ഫോം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്. അതെങ്ങനെ പറയും? മിനി ഡിഡ്ന്റ് ക്രൈ. അപ്പൊ കരഞ്ഞില്ല എന്ന് പാസ്റ്റിലെ ഒരു കാര്യം നെഗറ്റീവ് ആക്കി പറയണമെങ്കിൽ ഡിഡ്ന്റ് യൂസ് ചെയ്യണ്ടേ. അപ്പൊ മിനി ഡിഡ്ന്റ് ക്രൈ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡിഡിൻ കഴിഞ്ഞ് വന്നത് ക്രൈ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. കാരണം ഇവിടെ ക്രൈ, ക്രൈഡ് ആ 2 ഫോംസ് ഉണ്ടല്ലോ. അതിൽ ആദ്യത്തെ ഫോം ഉണ്ടല്ലോ, ആ ഒരു ബേസ് ഫോം ഇ ഡി എസ് ഒന്നും ഇല്ലാത്ത ഫോം, അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡിഡിന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ മിനി ഡിഡിന്റ് ക്രൈ. ഒരിക്കലും നമ്മൾ മിനി ഡിഡിന്റ് ക്രൈഡ് എന്ന് പറയില്ല കേട്ടോ, തെറ്റിപ്പോകുവേ. ഇനി നമുക്ക് ചോദ്യം ചോദിക്കണം. മിനി കരഞ്ഞോ? അവിടെ എങ്ങനെയാ ചോദിക്കുക? ഡിഡ് മിനി ക്രൈ. കണ്ടോ, നമുക്ക് ഡിഡ് ആവശ്യം വന്നു. ഡിഡ് വെച്ചാണ് നമ്മളത് തുടങ്ങിയത്. കാരണം ഞാനിവിടെ ചോദിച്ചത് എന്താണ്? മിനി കരഞ്ഞോ എന്ന് മാത്രമാണ്. മിനി എന്തുകൊണ്ട് കരഞ്ഞു അല്ലെങ്കിൽ മിനി എപ്പോ കരഞ്ഞു എന്നൊന്നും ഞാൻ ചോദിച്ചില്ല അല്ലെ. കരഞ്ഞോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അപ്പോ ഉവ് അല്ലെങ്കിൽ ഇല്ല, യെസ് അല്ലെങ്കിൽ നോ അല്ലേ ഉത്തരമായിട്ട് കിട്ടുക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ, പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് യെസ് നോ എന്ന് ഉത്തരം കിട്ടുന്ന തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഡിഡ് വെച്ചാണ് ആ ക്വസ്റ്റ്യൻ തുടങ്ങേണ്ടത്. അപ്പൊ ഇങ്ങനെ കിട്ടും, ഡിഡ് മിനി ക്രൈ. അവിടെയും ഡിഡ് മിനി കഴിഞ്ഞിട്ട് ക്രൈഡ് എന്ന് പറയില്ല കേട്ടോ, അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തത് എനിക്ക് പറയണം, അവര് കാത്തിരുന്നു. ഈ കാത്തിരിക്കുക എന്നുള്ളതിന് നമ്മൾ വെയിറ്റ് എന്ന് പറയും. അതിന്റെ പാസ്റ്റ് ടെൻസ് വെയിറ്റഡ് ആണേ. ഇവിടെ എങ്ങനെ പറയും? അവര്. ഇപ്പൊ ദേ അല്ലേ, ദേ വെയിറ്റഡ്. സെന്റൻസ് ആയി, ദേ വെയിറ്റഡ്. ഇനി അവര് കാത്തിരുന്നില്ല എന്ന് നെഗറ്റീവ് ആക്കി പറയാൻ ഡിഡ്ന്റ് യൂസ് ചെയ്യണ്ടേ. ദേ ഡിഡ്ന്റ് വെയിറ്റ്. വെയിറ്റഡ് ഇല്ല കേട്ടോ, ദേ ഡിഡ്ന്റ് വെയിറ്റ്. ചോദ്യം, അവര് കാത്തിരുന്നോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഡിഡ് വെച്ച് തുടങ്ങണം. ഡിഡ് ആര്? അവര്. ഡിഡ് ദേ വെയിറ്റ്? അവിടെയും ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഡിഡ് ദേ വെയിറ്റഡ് വരില്ല, ഡിഡ് ദേ വെയിറ്റ് മാത്രം. ഇനി നമുക്ക് പലപ്പോഴും പറയേണ്ടി വരുന്ന ഒരു സെന്റൻസ് ആണിത്, ഞാൻ മെയിൽ ചെക്ക് ചെയ്തു. ഇങ്ങനെയൊക്കെ നമ്മൾ ജോലി സ്ഥലത്ത് പറയേണ്ടി വരാറില്ലേ. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പരിശോധിച്ചു എന്നാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാ പറയാ? ഐ ചെക്ക്ഡ് മൈ മെയിൽ. ഇവിടെ ശരിക്കും പറഞ്ഞാല് മൈ ഇല്ലാതെയും പറയാം. പക്ഷെ നോർമലി നമ്മൾ നമ്മുടെ മെയിലാണല്ലോ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൈ അവിടെ യൂസ് ചെയ്യുന്നത്. മലയാളത്തിൽ നമ്മൾ എന്റെ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ നമുക്ക് മൈ എന്ന് വളരെ നാച്ചുറൽ ആയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം. അപ്പൊ പറഞ്ഞത് ഐ ചെക്ക്ഡ് മൈ മെയിൽ. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്തോ എന്ന്. അപ്പൊ അവിടെ എങ്ങനെ ചോദിക്കും? ഡിഡ് വെച്ച് തുടങ്ങണം, പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഡിഡ് യു വരും. ഡിഡ് യു ചെക്ക് യോർ മെയിൽ? അവിടെ മുൻപ് നമ്മൾ മൈ മെയിൽ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നതുകൊണ്ട് യോർ മെയിൽ എന്ന് അല്ലെ ചോദ്യം വരിക. ഡിഡ് യു ചെക്ക് യോർ മെയിൽ? അടുത്തതും
ഈസി ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. മിയ പരീക്ഷ ജയിച്ചു. അപ്പൊ ജയിക്കുക എന്നുള്ളത് പാസ് എന്നല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്ത് പറയും? മിയ പാസ്ഡ് ദി എക്സാം അല്ലേ? മിയ പാസ്ഡ്, ജയിച്ചു, ഇ ഡി വന്നു. സെന്റൻസ് ആയതുകൊണ്ട് ഇ ഡി വന്നു. ഇനി ചോദ്യം, മിയ പരീക്ഷ ജയിച്ചോ? ഇവിടെ നമ്മൾ നെഗറ്റീവ് ഒന്നും നോക്കുന്നില്ല, നേരെ ചോദ്യത്തിലേക്ക് പോവാണ്. മിയ പരീക്ഷ ജയിച്ചോ? ഇങ്ങനെ ചോദിക്കും, ഡിഡ് വെച്ച് തുടങ്ങണം. ഡിഡ് മിയ പാസ് എന്ത് ദി എക്സാം? ഡിഡ് മിയ പാസ് ദി എക്സാം? അങ്ങനെയാ ചോദ്യം വരിക. കണ്ടോ? ഡിഡ് മിയ പാസ്, ഇ ഡി ഇല്ല. ഡിഡ് മിയ പാസ് ദി എക്സാം? അടുത്ത സെന്റൻസും എളുപ്പമാണ്. അവർ ഇന്നലെ ജോലി ചെയ്തു. ജോലി ചെയ്യുക എന്നുള്ളതിന് നമ്മൾ വർക്ക് എന്ന് പറയും അല്ലെ? അപ്പൊ ഇവിടെ പാസ്റ്റ് ടെൻസ് ജോലി ചെയ്തു എന്ന് എങ്ങനെ പറയും? ദേ വർക്ക്ഡ് യെസ്റ്റർഡേ എന്ന് പറയും. ഇനി ചോദ്യം, അവർ ഇന്നലെ ജോലി ചെയ്തോ? ഡിഡ് വെച്ച് തുടങ്ങണ്ടേ? ഡിഡ് ദേ വർക്ക് യെസ്റ്റർഡേ? കണ്ടല്ലോ, ഡിഡ് കഴിഞ്ഞപ്പോ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ വർക്ക്ഡ് എന്ന് പറയില്ല, ഇ ഡി ഇല്ലാതെ യൂസ് ചെയ്തു അല്ലെ? അപ്പൊ ഇതുവരെ നമ്മൾ കണ്ട തരം വേർബ്സ് ഉണ്ടല്ലോ, അവിടെ എല്ലാം ഈ ചോദ്യം ചോദിക്കാൻ എളുപ്പമായിരുന്നു. കാരണം ആ വേർബ്സിനെല്ലാം പാസ്റ്റ് ഫോമിൽ ഇ ഡി ഉണ്ട്. അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള ബേസ് ഫോം കിട്ടും. പക്ഷെ എപ്പോഴും വേർബ്സിന് ഇങ്ങനെ ഇ ഡി ചേർത്തല്ല പാസ്റ്റ് ഫോം ഉണ്ടാക്കുന്നത് നമുക്കറിയാലോ. അങ്ങനെയുള്ള കുറച്ച് വേർബ്സ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അത് വരുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പൊ ചോദ്യം നോക്കൂ നിങ്ങള്, അവർ ഇന്നലെ വന്നു. ഈ വരിക എന്നുള്ളതിന് നമ്മൾ കം എന്നല്ലേ പറയുക, വന്നു എന്നുള്ളതിനോ ഖേം എന്ന് പറയണം. അവിടെ കമ്മിന്റെ കൂടി ഇ ഡി ചേർക്കല്ല ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് പറയും? ദേ ഖേം യെസ്റ്റർഡേ. ഇനി അവർ ഇന്നലെ വന്നോ എന്ന് ചോദിക്കണം. അപ്പൊ ഇവിടെയും ഡിഡ് വെച്ച് ചോദിക്കണം. ചോദ്യം തുടങ്ങുന്നത് ഡിഡ് വെച്ച്, അത് കഴിഞ്ഞ ബേസ് ഫോം ഉപയോഗിക്കാൻ ഓർക്കണേ. ഡിഡ് ദേ കം യെസ്റ്റർഡേ? അപ്പൊ ഇവിടെ പാസ്റ്റ് ഫോമില് ഇ ഡി ഒന്നുമില്ല, ഖേം എന്നാണ് പാസ്റ്റ് ഫോം അല്ലെ? അതിന്റെ ആ ബേസ് ഫോം അത് കം ആണ്. ഇത് രണ്ടും നമുക്ക് ഓർമ്മയുണ്ടാവണം. ഇങ്ങനെയുള്ള വേർബ്സിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് എളുപ്പമാണ്. പ്ലേ പ്ലേഡ്, സ്റ്റഡി സ്റ്റഡീഡ് എന്ന് പറയാം. പക്ഷെ കം അങ്ങനെയല്ല, കംഡ് അല്ല ഖേം. അപ്പൊ കം ഖേം ഇത് നമ്മൾ ഓർത്തിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇതുപോലെയുള്ള കൂടുതൽ വേർബ്സ് നമുക്ക് നോക്കാം. രവി കാറ് വിറ്റു. വിൽക്കുക, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ സെൽ എന്ന് പറയും. ഇതിന്റെ പാസ്റ്റ് ടെൻസ് വിറ്റു എന്നുള്ളതിന് സോൾഡ് എന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? അവിടെ സെല്ലിന്റെ കൂടി ഇ ഡി ചേർക്കുകയല്ല ചെയ്യുന്നത്, സോൾഡ് എന്നൊരു പുതിയ ഫോം ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള വേർബ്സ് ഉണ്ടല്ലോ, കം, കെയിം, സെൽ, സോൾഡ്, ഇതിനൊക്കെ നമ്മൾ ഇറഗുലർ വേർബ്സ് എന്ന് പറയും. കാരണം അവിടെ ഇ ഡി വെറുതെ അങ്ങ് ചേർത്താൽ നമുക്ക് പാസ്റ്റ് ഫോം കിട്ടില്ല. അങ്ങനെ ഇ ഡി ചേർത്താൽ മതിയെങ്കിൽ ആ വേർബ്സിന് നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് പറയും. പ്ലേ, പ്ലേഡ്, അതുപോലെ മുൻപ് പറഞ്ഞില്ലേ ക്രൈ, ക്രൈഡ്, അതൊക്കെ റെഗുലർ വേർബ്സ് ആണ്. ഇത് ഇറഗുലർ വേർബ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതിന്റെ കാര്യത്തിലാണ് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ എനിക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? രവി സോൾഡ് ഹിസ് കാർ. രവി കാർ വിറ്റു. അപ്പൊ ഇവിടെ അയാളുടെ കാർ എന്ന് മലയാളത്തിൽ പറഞ്ഞില്ലെങ്കിലും അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. രവി അയാളുടെ കാറായിരിക്കും വിറ്റിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് രവി സോൾഡ് ഹിസ് കാർ എന്ന് ഞാൻ പറഞ്ഞത്. ഇനി രവി കാർ വിറ്റോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് വെച്ച് തുടങ്ങണം. ഡിഡ് രവി സെൽ ഹിസ് കാർ? ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ആ ബേസ് ഫോം, അതിന് ആദ്യത്തെ ഫോം സെൽ അല്ലേ, അത് യൂസ് ചെയ്യണം. ഡിഡ് രവി സെൽ ഹിസ് കാർ? ഇങ്ങനെയാണ് ചോദ്യം കിട്ടുന്നത്. അടുത്തത് നോക്കൂ, ഞങ്ങള് ഹോംവർക്ക് ചെയ്തു. ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ഡു എന്ന് പറയും. അതിന്റെ പാസ്റ്റ് ടെൻസ് ഡിഡ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ പറയുക നമ്മള്? വി ഡിഡ് ദ ഹോംവർക്ക് അല്ലേ? ഞങ്ങൾ ചെയ്തു. വി ഡു അല്ല, വി ഡിഡ്. വി ഡിഡ് ദ ഹോംവർക്ക്. ഇനി ചോദ്യം, നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാന്നിരിക്കട്ടെ. നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ എന്ന് അപ്പൊ എങ്ങനെ ചോദിക്കും? ഡിഡ് വെച്ച് തുടങ്ങണേ. ഡിഡ് യു ഡു ദ ഹോംവർക്ക് എന്നല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുക? ഞാൻ പറഞ്ഞു ഞാൻ ഹോംവർക്ക് ചെയ്തു എന്ന്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാന് നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ? ഡിഡ് യു ഡു ദ ഹോംവർക്ക്? മനസ്സിലായോ? ഇപ്പോ ആദ്യത്തെ ഡിഡ് ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡിഡ്. രണ്ടാമത്തത് ചെയ്തോ എന്നതിനുള്ള ഡു ആണിത്. ഡിഡ് യു ഡു ദ ഹോംവർക്ക്? അതുപോലെയാണ് ഇതും. ഞാൻ നിങ്ങളെ വിളിച്ചു. അതെങ്ങനെ പറയും? ഐ കോൾഡ് യു. വിളിക്കുക എന്നുള്ളത് നമ്മൾ കോൾ എന്ന് പറയും. ഐ കോൾഡ് യു എന്ന് പറയും. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ വിളിച്ചോ? വിളിച്ചോ? അപ്പൊ പാസ്റ്റ് ടെൻസ് തന്നെയാണല്ലോ ചോദ്യം. എങ്ങനെ ചോദിക്കുക? ഡിഡ് യു കോൾ മീ? ആ മീ എവിടുന്ന വന്നേ?
നിങ്ങൾ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചില്ലേ, അതാണ് മീ. ഡിഡ് യു കോൾ മീ? മനസ്സിലായോ? നിങ്ങൾ എന്നെ വിളിച്ചോ, ഡിഡ് യു കോൾ മീ. ഇനി ഇത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ ചായ ഉണ്ടാക്കി. അതിന്റെ വാക്ക് ഞാൻ പറഞ്ഞുതരാം. ഉണ്ടാക്കുക എന്നുള്ളതിന് നമ്മൾ മേക്ക് എന്നാണ് പറയുക. ഉണ്ടാക്കി എന്ന് പറയാൻ മെയ്ഡ് എന്ന് പറയണം. സ്പെല്ലിംഗ് കണ്ടല്ലോ, MEADE. ഇനി ഞാൻ ചായ ഉണ്ടാക്കി എന്ന് എങ്ങനെ പറയും? ഐ മെയ്ഡ് ടീ. ഈ ടീ, കോഫി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യില്ല കേട്ടോ. ഐ മെയ്ഡ് ദ ടീ എന്ന് പറയണ്ട, ഐ മെയ്ഡ് ടീ എന്ന് മാത്രം മതി. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കണം, നീ ചായ ഉണ്ടാക്കിയോ എന്ന്. അവിടെ എങ്ങനെ ചോദിക്കും? ഡിഡ് വെച്ച് തുടങ്ങും. ഡിഡ് യു മേക്ക് ടീ? മാറിപ്പോരുതേ, ഡിഡ് യു മെയ്ഡ് അല്ല, ഡിഡ് യു മേക്ക് ടീ. കാരണം മേക്ക് ആണ് അവിടുത്തെ ആദ്യത്തെ വേർബ് ഫോം അല്ലേ. ആ മെയ്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം അല്ലേ, അത് ഉപയോഗിക്കരുത്. ആദ്യത്തെ ബേസ് ഫോം ഉപയോഗിക്കണം. ഡിഡ് യു മേക്ക്. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് ഈ ഡിഡ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ എങ്ങനെ തുടങ്ങാം എന്നാണ് അല്ലെ. പാസ്റ്റിൽ നടന്നൊരു കാര്യം, ഇത് ചെയ്തോ, അത് കണ്ടോ, അത് കഴിച്ചോ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ഡിഡ് വെച്ച് തുടങ്ങും. അപ്പൊ അവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കില്ലേ. ചെയ്തു, ചെയ്തില്ല, ഉണ്ട്, ഇല്ല, ഇങ്ങനെയല്ലേ നമുക്ക് ഉത്തരം കിട്ടുക. പക്ഷെ ഇനി നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം എന്നാണ് നോക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ഈ WH വേർഡ്സ് ഉണ്ടല്ലോ, വാട്ട്, വെൻ, വേർ, ഹൗ, അങ്ങനെയുള്ള വാക്കുകൾ കഴിഞ്ഞ ലെസണിൽ നമ്മളിത് കണ്ടു. എന്ന് വെച്ചാല് എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ എന്നൊക്കെ ചോദിക്കാനുള്ള തരം വാക്കുകൾ അത് ഉപയോഗിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അയാൾ ഒരു സ്കൂളിൽ ജോലി ചെയ്തു. സെന്റൻസ് ആണ് ആദ്യം, അതൊന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഹി വർക്ക്ഡ് ഇൻ എ സ്കൂൾ എന്ന് പറയാം അല്ലെ. ഹി വർക്ക്ഡ് ഇൻ എ സ്കൂൾ. ഇനി ഇതിന്റെ ചോദ്യമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അയാൾ എവിടെയാണ് ജോലി ചെയ്തത്, അല്ലെങ്കിൽ അയാൾ എവിടെ ജോലി ചെയ്തു എന്ന് നമുക്ക് ചോദിക്കണം. അപ്പൊ എവിടെ നിന്നൊരു ചോദ്യം ചോദിക്കാനുള്ള വാക്ക് വരണമല്ലോ, അത് ആദ്യം വരണം. എവിടെ എന്നുള്ളതിന് നമ്മൾ എന്താ ചോദിക്കുക? വേർ എന്നല്ലേ, അത് ചോദിച്ചാൽ മതി. വേ ഡിഡ് ഹി വർക്ക്. അപ്പൊ മുൻപ് നമ്മൾ ചോദിച്ചത് ഡിഡ് ഹി വർക്ക് അങ്ങനെ ആയിരുന്നില്ലേ, അയാൾ ജോലി ചെയ്തോ എന്ന് ചോദിക്കാൻ ഡിഡ് ഹി വർക്ക്. ഇവിടെ അത് തന്നെയാണ്. അതിന് മുൻപ് ആ WH വേർഡ് വരണം എന്ന് മാത്രമേ ഉള്ളൂ. വേ ഡിഡ് ഹി വർക്ക് എന്ന് പറഞ്ഞു, കാരണം അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. എവിടെയാ ജോലി ചെയ്തേ? സ്കൂളിൽ എന്ന് ഉത്തരം കിട്ടും. ചോദ്യം മനസ്സിലായോ? വേ ഡിഡ് ഹി വർക്ക്? ഹി വർക്ക്ഡ് ഇൻ എ സ്കൂൾ. അടുത്തത് കാണാലോ. ഞാനൊരു ബാഗ് വാങ്ങി. വാങ്ങുക എന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷില് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാക്കാണ്, ബൈ എന്നാണ് പറയുക. സ്പെല്ലിംഗ് നോക്കണം, BUY. വേറൊരു ബൈ ഉണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ, ബൈ, BY. അതല്ല, ഇത് BUY, വാങ്ങുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ശ്രദ്ധിക്കണം കേട്ടോ, ബോട്ട് എന്നാണ് പറയുക. പറയുമ്പോ ഇത്രേ ഉള്ളൂ, പക്ഷെ സ്പെല്ലിംഗ് എങ്ങനെ വന്നിരിക്കുന്നത് നോക്കൂ, BOUGHT ഇത്ര എഴുതണം, പക്ഷെ അത് പറയുന്നത് ബോട്ട് എന്ന് മാത്രമാണ്. ഇപ്പൊ ബൈ, ബോട്ട് രണ്ടും ഓർത്ത് വെച്ചേക്കണേ. ഇനി ഞാൻ ഒരു ബാഗ് വാങ്ങി എന്നല്ലേ പറയേണ്ടത്. ഐ ബോട്ട് എ ബാഗ്. ഒരു ബാഗ്, എ ബാഗ്. ഞാൻ വാങ്ങി, ഐ ബോട്ട് എ ബാഗ് എന്ന് കിട്ടി. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് വാങ്ങിയത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വാങ്ങി എന്ന് ചോദിക്കണം. ഓക്കെ, അപ്പൊ എന്ത് എന്നുള്ളത് നമ്മൾ വാട്ട് എന്നാണ് ചോദിക്കുക. ഇവിടെ ചോദ്യം എങ്ങനെ വരും? വാട്ട് ഡിഡ് യു ബൈ. നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ, നിങ്ങൾ എന്ത് വാങ്ങി എന്നല്ലേ ചോദിച്ചേ. അപ്പൊ വാട്ട് ഡിഡ് യു ബൈ. മനസ്സിലായോ? അപ്പൊ ആദ്യം വാങ്ങി എന്ന് പറയാൻ ഐ ബോട്ട് എന്ന് പറഞ്ഞു. ഞാൻ വാങ്ങി, ഐ ബോട്ട്. നിങ്ങൾ എന്ത് വാങ്ങി എന്ന് ചോദ്യം ചോദിക്കാൻ വാട്ട് ഡിഡ് യു ബോട്ട് അല്ല, വാട്ട് ഡിഡ് യു ബൈ. ആ ബേസ് ഫോം വരണം ഡിഡ് കഴിഞ്ഞിട്ട്. വാട്ട് ഡിഡ് യു ബൈ. ഇനി ഈ ക്വസ്റ്റ്യൻ, അവൾ എന്തിനാണ് കരഞ്ഞത്? കരയുക എന്നുള്ളത് നമുക്കറിയാലോ, ക്രൈ അല്ലേ വാക്ക്. അപ്പൊ ഇവിടെ എന്ത് ചോദിക്കും? എന്തിനാണ് എന്നാണ് ചോദ്യം. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ വൈ എന്നാണ് ചോദിക്കുക, വൈ. അപ്പൊ ചോദ്യം എങ്ങനെ തുടങ്ങണം? വൈ ഡിഡ് ഷീ ക്രൈ. മനസ്സിലായോ? അവള് കരഞ്ഞോ എന്ന് ചോദിക്കാൻ ഡിഡ് ഷീ ക്രൈ എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ഇവിടെ അവൾ എന്തിനാണ് കരഞ്ഞത് എന്നാണ്. അപ്പൊ വൈ ആദ്യം വരണം. വൈ ഡിഡ് ഷീ ക്രൈ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ, വൈ ഡിഡ് ഷീ കഴിഞ്ഞിട്ട് ക്രൈഡ് ഇല്ല, ക്രൈ മാത്രം. വൈ ഡിഡ് ഷീ ക്രൈ. ജോൺ എങ്ങനെയാണ് വന്നത്? ഇത് വേറൊരു ചോദ്യം ചോദിക്കേണ്ട ഒരു വാക്കാണ്. എങ്ങനെ എന്നുള്ളതിന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഹൗ എന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ എങ്ങനെ ചോദിക്കേണ്ടത്? ഹൗ ഡിഡ് ജോൺ കം
മനസ്സിലായോ? ജോൺ വന്നോ എന്ന് ചോദിക്കാൻ ഡിഡ് ജോൺ കം എന്ന് ചോദിച്ചാൽ മതി. ഇത് എങ്ങനെയാണ് വന്നത്? ഹൗ ഡിഡ് ജോൺ കം. ആ ഹൗ എന്ന് പറയുന്ന വാക്ക് ആദ്യം വരണം. ഹൗ ഡിഡ് ജോൺ കം. അപ്പോ എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഉത്തരം കിട്ടും. കാറിലാണെങ്കിൽ ബൈ കാർ, ബസ്സിലാണെങ്കിൽ ഹി കെയിം ബൈ ബസ് എന്നൊക്കെ നമ്മൾ പറയും. എന്നാ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവര് എപ്പോഴാണ് പോയത്? പോവുക എന്നുള്ളത് അറിയാലോ, ഗോ എന്ന് പറയും. പോയി എന്നുള്ളതിന് വെന്റ് എന്നും നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് ചോദ്യമാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഏത് ഫോമാണ് വേണ്ടത്? ആദ്യത്തെ ഫോം വേണം. ആദ്യത്തെ ഗോ ആണ് വേണ്ടത് കേട്ടോ. ഇനി എപ്പോഴാണ്, എപ്പോൾ എന്നുള്ളത് നമ്മൾ വെൻ എന്നാണ് ചോദിക്കുക. അപ്പൊ എങ്ങനെ ചോദിക്കും? വെൻ ഡിഡ് ദേ ഗോ. അവരെപ്പോഴാണ് പോയത്? വെൻ ഡിഡ് ദേ ഗോ. മനസ്സിലായോ? അപ്പൊ നമ്മൾ പോയ സമയം പറയും. ഉച്ചയ്ക്കാണെങ്കിൽ ഇൻ ദി ആഫ്റ്റർനൂൺ എന്ന് പറയും. വെൻ ഡിഡ് ദേ ഗോ. അപ്പോ പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചോദിക്കാനുള്ള രണ്ട് രീതികൾ നമ്മളിപ്പോ കണ്ടില്ലേ? യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഡിഡ് വെച്ചാണ് ചോദ്യം തുടങ്ങുക, അല്ലെ? അതല്ല, ശരിയായി നമുക്ക് വേറൊരു ഉത്തരം തന്നെ, ഒരു സോളിഡ് ആൻസർ തന്നെ കിട്ടണമെങ്കിൽ അവിടെ നമ്മൾ ഈ WH ക്വസ്റ്റ്യൻ വേർഡ്സ് ആദ്യം കൊണ്ടുവരും. വാട്ട്, വെൻ, ഹൗ, വൈ, ഇതൊക്കെ നമ്മൾ ചോദിക്കും. ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലും ആൻസേഴ്സിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ചില പ്രത്യേക വാക്കുകൾ നമ്മൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ചോദ്യം നോക്കൂ. അയാൾ എന്താണ് പറഞ്ഞത്? ഇതാണ് എനിക്ക് ചോദിക്കേണ്ടത് കേട്ടോ. ഈ പറയുക എന്നുള്ളത് നമുക്ക് സാധാരണഗതിയിൽ സെയ് എന്ന് യൂസ് ചെയ്യാം. പറഞ്ഞു എന്ന് പറയാനോ? ശ്രദ്ധിക്കണം, സെഡ് എന്ന് പറയും. സ്പെല്ലിംഗ് കണ്ടോ? SAY ആണ്. പക്ഷെ സെഡ് എന്ന് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ ED ചേർക്കല്ല, ആ സ്പെല്ലിംഗിൽ ഒരു വ്യത്യാസം വന്നു. SAID എന്ന് പറഞ്ഞു മാറും. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ട് ഫോംസും നിങ്ങൾ ഓർത്തു വെക്കണം, എഴുതി പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അപ്പൊ ഈ ചോദ്യം എങ്ങനെ ചോദിക്കുക? അയാൾ എന്താ പറഞ്ഞത്? വാട്ട് ഡിഡ് ഹി സേ. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കിട്ടിയോ? വാട്ട് ഡിഡ് ഹി സേ. പാറ്റേൺ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ്, എന്തെന്നല്ലേ? അപ്പൊ വാട്ട് വന്നു. വാട്ട് ഡിഡ് ഹി സേ എന്നാണ് ചോദ്യം. ഇനി ഉത്തരം നോക്കൂട്ടോ. ഞാൻ പറയുന്നത് അയാൾ ഒന്നും പറഞ്ഞില്ല എന്നാണ്. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരാറില്ലേ? മലയാളത്തിൽ നമ്മളിങ്ങനെ ഒന്നും, ആരും, അല്ലെങ്കിൽ ആരോ, എന്തോ, എവിടെയോ ഇങ്ങനെയൊക്കെ പറയില്ലേ? ഇതൊക്കെ നമുക്ക് പലപ്പോഴും ഇംഗ്ലീഷിൽ ആവശ്യം വരുന്ന വാക്കുകളാണ്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ അയാൾ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല എന്നാണല്ലോ, അയാൾ പറഞ്ഞില്ല. അപ്പൊ ആദ്യം നമുക്ക് അതൊന്ന് പറയാം. ഹി ഡിഡിന്റ് സേ. പറഞ്ഞില്ല. ഹി ഡിഡിന്റ് സേ എന്ത്? ഒന്നും. അവിടെ ഈ ഒന്നും എന്നുള്ളതിന് എനിത്തിങ് എന്ന് പറയാം. അപ്പൊ സെന്റൻസ് എന്തായി? ഹി ഡിഡിന്റ് സേ എനിത്തിങ്. ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്. മനസ്സിലായോ? ഒന്നും പറഞ്ഞില്ല. അതിനാണ് ഡിഡിന്റ് സേ എനിത്തിങ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് നമുക്ക് വേറൊരു രീതിയിലും പറയാം. ഒന്നും പറഞ്ഞില്ല എന്നുള്ളതിന്, അപ്പൊ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവിടെ നത്തിങ് എന്നും യൂസ് ചെയ്യാം. പക്ഷെ അവിടെ എന്ത് പറയുന്നറിയാമോ? ഹി സെഡ് നത്തിങ്. അവിടെ നമ്മൾ ഹി ഡിഡിന്റ് സേ നത്തിങ് എന്ന് പറയില്ല. കാരണം ഡിഡിന്റ് എന്ന് പറയുന്നിടത്ത് തന്നെ ഒരു നെഗറ്റീവ് വന്നു, അല്ലെ? പിന്നെ വേറെ നത്തിങ് എന്ന് പറയുമ്പോൾ രണ്ട് നെഗറ്റീവ് ആവില്ലേ? അപ്പൊ നിങ്ങൾ കണക്ക് മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, രണ്ട് നെഗറ്റീവ് വരുമ്പോൾ അവിടെ പോസിറ്റീവായി മാറും, അല്ലെ? സയൻസിലും മാത്സിലൊക്കെ നമ്മളിത് പഠിക്കുന്നതാണ്. അതുപോലെയാണ് ഇവിടെ ഇംഗ്ലീഷിലും. ഡിഡിന്റ് ഒരു നെഗറ്റീവ് ആണ്, പിന്നെ വീണ്ടും ഡിഡിന്റ് സേ നത്തിങ് എന്ന് പറയുന്നത്. ഡിഡിന്റ് സേ എനിത്തിങ് അല്ലെങ്കിൽ ഹി സെഡ് നത്തിങ്. അപ്പൊ അവിടെ ശ്രദ്ധിച്ചോ, ഹി സേ നത്തിങ് അല്ല, പറഞ്ഞില്ല എന്ന് പറയണ്ടേ, പാസ്റ്റ് ടെൻസ് വരണ്ടേ, അതുകൊണ്ട് സെഡ് യൂസ് ചെയ്യണം. മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ ഹി ഡിഡിന്റ് സേ എനിത്തിങ്, ആ ഡിഡിന്റ് അവിടെ പാസ്റ്റ് ടെൻസ് വന്നു, ഡിഡ് വന്നു. അല്ലെങ്കിൽ ഹി സെഡ്, അത് പാസ്റ്റ് ഫോം ആണ്. ഹി സെഡ് നത്തിങ്. മനസ്സിലായല്ലോ? ഇത് നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് തരാം. അതിനു മുൻപ് ഇതേ കാര്യം തന്നെ എനിക്ക് ഇങ്ങനെ പറയണമെങ്കിലോ, അയാൾ എന്തോ പറഞ്ഞു. എന്തോ, എന്താന്ന് നമുക്ക് കൃത്യം അറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തോ എന്നുള്ളതിന് നമ്മൾ സംതിങ് എന്ന് പറയും. അപ്പൊ ഇവിടെ എനിക്ക് പറയാവുന്നത് ഹി സെഡ് സംതിങ് എന്നാണ്. അയാൾ പറഞ്ഞു, ഹി സെഡ്. എന്താ പറഞ്ഞേ? എന്തോ, സംതിങ്. അപ്പോ എന്തോ എന്നുള്ളതിനാണ് നമ്മളിവിടെ സംതിങ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, പറഞ്ഞു എന്നുള്ളതിനെ നമ്മൾ സെഡ് എന്നാണ് യൂസ് ചെയ്തത്, അല്ലെ? പക്ഷെ അടുത്ത ഒന്ന് നോക്കൂ. അയാൾ എന്നോട് എല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞു. ആരോട്? എന്നോട്. അപ്പൊ ഇവിടെ ആരോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, അല്ലെ? അയാൾ എല്ലാം പറഞ്ഞു എന്നല്ല പറഞ്ഞേ, അയാൾ എന്നോട് എല്ലാം പറഞ്ഞു. അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കാന്നറിയാമോ? അവിടെ നമ്മൾ പറയും ഹി ടോൾഡ് മീ എല്ലാം, എവ്രിതിങ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോ, ഹി സെഡ് മീ എന്ന് നമ്മൾ പറയില്ല. എന്നോട് എന്ന് പറയുന്നത് കൊണ്ട് ഹി സെഡ് ടു മീ എന്ന് വേണമെങ്കിൽ പറയാം.
അല്ലെങ്കിൽ അതിലും ഈസി ആരോടാണ് പറഞ്ഞതെന്ന് എടുത്ത് പറയുന്നത് കൊണ്ട് ടോൾഡ് എന്ന് യൂസ് ചെയ്യുന്നതാണ്. ഹി ടോൾഡ് മീ എവ്രിതിങ്. എല്ലാം എന്നുള്ളതിനാണ് നമ്മൾ എവ്രിതിങ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ എന്തോന്ന് പറയാൻ സംതിങ്, എല്ലാം എന്ന് പറയാൻ എവ്രിതിങ്. ഇതുപോലെ നമുക്ക് വേറെയും വാക്കുകളുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ആരെങ്കിലും വാതില് തുറന്നോ? അപ്പൊ ഇവിടെ നമ്മൾ ആളെ കുറിച്ചാണ് ചോദിക്കുന്നത്, ആരെങ്കിലും അല്ലെ, ഒരു പേഴ്സണെ കുറിച്ചാണ് ചോദിക്കുന്നത്. അവിടെ എങ്ങനെയാ ചോദിക്കാന്നറിയാമോ? തുറക്കുക എന്നുള്ളതിന് നമ്മൾ ഓപ്പൺ എന്നാണല്ലോ പറയാ. അപ്പൊ ഡിഡ് എനിബഡി ഓപ്പൺ ദ ഡോർ? മനസ്സിലായോ? ആരെങ്കിലും. അവിടെ എനിത്തിങ് എന്ന് ചോദിച്ചാൽ പോരല്ലോ, എന്തെങ്കിലും അല്ല, ആരെങ്കിലും. അവിടെ എനിബഡി എന്ന് പറയും. എനിബഡി എന്നോ എനി വൺ എന്നോ പറയാം കേട്ടോ, രണ്ടിനും ഒരേ അർത്ഥമാണ്. മനസ്സിലായോ? ഒരാളെ കുറിച്ച് പറയുമ്പോൾ എനിബഡി അല്ലെങ്കിൽ എനി വൺ. ഡിഡ് എനി വൺ ഓപ്പൺ ദ ഡോർ എന്ന് ചോദിക്കാം. ആരെങ്കിലും വാതില് തുറന്നോ എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് പറയണം, ഇല്ല, ആരും വാതില് തുറന്നില്ല. അവിടെ നോ, നോബഡി ഓപ്പൺ ദ ഡോർ എന്ന് പറയും. ആരും തുറന്നില്ല, അതുകൊണ്ടാണ് നോബഡി. മുമ്പ് നമ്മൾ നത്തിങ് എന്ന് കണ്ടില്ലേ, അതുപോലെ നോബഡി ഓപ്പൺ ദ ഡോർ. മനസ്സിലായോ? അവിടെ പിന്നെ ഡിഡിന്റ് വേണ്ട, നോബഡി ഡിഡിന്റ് ഓപ്പൺ എന്ന് പറയണ്ട, നോബഡി ഓപ്പൺ ദ ഡോർ. ഇതേപോലെ ആരെങ്കിലും നിന്നെ സഹായിച്ചോ? അപ്പൊ സഹായിക്കുക എന്നുള്ളതിന് നമ്മൾ ഹെൽപ്പ് എന്നാണ് പറയുക. ഇവിടെയും ഒരാളെ കുറിച്ചാണ് ചോദിക്കുന്നത്, ആരെങ്കിലും സഹായിച്ചോ എന്ന്. ഡിഡ് എനിബഡി ഹെൽപ്പ് യു? നിന്നെ സഹായിച്ചോ? ആരെങ്കിലും നിന്നെ സഹായിച്ചോ? ഡിഡ് എനിബഡി ഹെൽപ്പ് യു? ഡിഡ് എനിബഡി ഹെൽപ്പ്? ഹെൽപ്പ് ഇല്ല കേട്ടോ. ഡിഡ് എനിബഡി ഹെൽപ്പ് യു? ആരോ എന്നെ സഹായിച്ചു. ആരോ, അതിന് സംബഡി എന്ന് പറയും, അല്ലെങ്കിൽ സം വൺ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഞാൻ പറയാണ്, സംബഡി ഹെൽപ് മീ. ആരോ എന്നെ സഹായിച്ചു. സംബഡി ഹെൽപ് മീ. ഇനി ആരും എന്നെ സഹായിച്ചില്ല എന്ന് പറയണമെങ്കിലോ? നോ, നോബഡി ഹെൽപ് മീ. മനസ്സിലായോ? അല്ലെങ്കിൽ നോ വൺ ഹെൽപ് മീ എന്ന് പറയാം. ഇനി നമ്മൾ വീണ്ടും എന്തെങ്കിലും എന്ന് വെച്ചുള്ളൊരു സെന്റൻസ് കാണുകയാണെ. നീ എന്തെങ്കിലും കഴിച്ചോ? കഴിക്കുക എന്നുള്ളത് നമുക്ക് ഈറ്റ് എന്ന് പറയാം. അപ്പൊ ഡിഡ് യു ഈറ്റ് എനിത്തിങ്? ഡിഡ് യു ഈറ്റ് എനിത്തിങ്? എന്തെങ്കിലും, അതാണ് എനിത്തിങ്. ഡിഡ് യു ഈറ്റ് എനിത്തിങ്? അപ്പൊ ഞാൻ പറയാണ്, ഞാൻ എന്തോ കഴിച്ചു. അപ്പൊ എന്ത് പറയും? യെസ്, ഐ എയ്റ്റ് സംതിങ്. എന്തോ, അതാണ് സംതിങ്. യെസ്, ഐ എയ്റ്റ് സംതിങ്. അപ്പൊ ഇവിടെ സെന്റൻസ് ആയതുകൊണ്ട് ഐ എയ്റ്റ്, ഞാൻ കഴിച്ചു, പാസ്റ്റ് ടെൻസ്, ഐ എയ്റ്റ് സംതിങ്. പക്ഷെ ഇതേ കാര്യം എനിക്ക് ഇങ്ങനെയാണ് ഉത്തരം പറയണമെങ്കിലോ? ഇല്ല, ഞാൻ ഒന്നും കഴിച്ചില്ല എന്ന് പറയണമെങ്കിൽ നോ, ഐ ഡിഡ്ന്റ് ഈറ്റ് എനിത്തിങ്. ഡിഡ്ന്റ് വന്നില്ലേ, അപ്പൊ എനിത്തിങ്. നോ, ഐ ഡിഡ്ന്റ് ഈറ്റ് എനിത്തിങ്. പക്ഷെ ഇങ്ങനെ പറയാം, നോ, ഐ എയ്റ്റ് നത്തിങ്. മനസ്സിലായ വ്യത്യാസം? മുൻപ് ഐ ഡിഡ്ന്റ് ഈറ്റ് എനിത്തിങ് അല്ലെങ്കിൽ ഐ എയ്റ്റ് നത്തിങ് എന്ന് പറയാം. ഇനി ഇതേപോലെ തന്നെ സ്ഥലങ്ങളെ കുറിച്ച് പറയാനും ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്കുണ്ട്. എനിക്ക് ചോദിക്കണം, അയാൾ എവിടെ പോയി? അപ്പൊ എങ്ങനെ ചോദിക്കുക? എവിടെ, വേർ എന്നല്ലേ ചോദിക്കുക. വേ ഡിഡ് ഹി ഗോ എന്ന് ചോദിക്കും അല്ലെ? എവിടെ പോയി, വേ ഡിഡ് ഹി ഗോ. അപ്പൊ എനിക്ക് ഉത്തരമായിട്ട് പറയേണ്ടത് അയാൾ എവിടെയോ പോയി എന്നാണ്. അപ്പൊ എവിടെയോ, അതിന് നമ്മൾ സംവേർ എന്ന് പറയും. അപ്പൊ ഇവിടെ സെന്റൻസ് എന്ത് വരും? ഹി വെന്റ് സംവേർ. മനസ്സിലായോ? അയാൾ എവിടെയോ പോയി, ഹി വെന്റ് സംവേർ. അപ്പൊ ചോദ്യം, അയാൾ എവിടെ പോയി? വേ ഡിഡ് ഹി ഗോ? ഹി വെന്റ് സംവേർ. ഇനി ഇവിടെ ഇങ്ങനെ ഉത്തരം പറയണമെങ്കിലോ? അയാൾ എവിടെയും പോയില്ല, ഹി ഡിഡ്ന്റ് ഗോ എനിവേർ. എവിടെയും പോയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ എനിവേർ, എനിത്തിങ്, എനിബഡി എന്നൊക്കെ പറയുന്നത് അല്ലെ? ഇവിടെ അതുപോലെ തന്നെയാ, ഹി ഡിഡ്ന്റ് ഗോ എനിവേർ അല്ലെങ്കിൽ ഹി വെന്റ് നോവേർ എന്ന് പറയാം. അപ്പൊ മനസ്സിലായല്ലോ, ആ ഡബിൾ നെഗറ്റീവ് പാടില്ല. ഹി ഡിഡ്ന്റ് ഗോ നോവേർ എന്ന് പറയരുത്. ഹി ഡിഡ്ന്റ് ഗോ എനിവേർ അല്ലെങ്കിൽ ഹി വെന്റ് നോവേർ. അപ്പൊ വെന്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം അവിടെ ഡിഡ്ന്റ് ഇല്ല. അപ്പൊ വെന്റ്, ആ പാസ്റ്റ് ഫോം വരണം. മനസ്സിലായോ? ഹി വെന്റ് നോവേർ. അടുത്തത് നോക്കൂ, ആരെങ്കിലും എന്റെ പേന എടുത്തോ? എടുക്കുക എന്നുള്ളതിന് നമുക്ക് ടേക്ക് എന്ന് പറയാം. അത് മനസ്സിലാക്കി വെച്ചേക്കണേ. ഇതിന്റെ പാസ്റ്റ് ടെൻസ് ടുക്ക് ആണ്. എടുത്തു എന്നുള്ളതിന് ടുക്ക് എന്നാ പറയുക. അപ്പൊ ഇവിടെ ചോദ്യം എങ്ങനെ ചോദിക്കും? ആരെങ്കിലും എന്റെ പേന എടുത്തോ? ആരെങ്കിലും, എനിബഡി യൂസ് ചെയ്യണം. ഡിഡ് എനിബഡി ടേക്ക് മൈ പെൻ? ചോദ്യം ആയതുകൊണ്ട് ഇവിടെ ബേസ് ഫോം ആണ് വന്നത്, ഡിഡ് കഴിഞ്ഞിട്ട്. ഡിഡ് എനിബഡി ടുക്ക് അല്ല, ഡിഡ് എനിബഡി ടേക്ക് മൈ പെൻ? അപ്പൊ എനിക്ക് പറയേണ്ടത് ആരും നിങ്ങളുടെ പേന എടുത്തില്ല എന്നാണ്. അപ്പൊ എന്ത് പറയും? നോബഡി ടുക്ക് യുവർ പെൻ. മനസ്സിലായോ? നോബഡി, അവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ഡിഡിന്റെ ഒന്നും വേണ്ട. നോബഡി
took. അപ്പൊ ആൻസറിൽ ഇവിടെ നോബഡി കഴിഞ്ഞിട്ട് പിന്നെ ടേക്ക് അല്ല ടുക്ക് വരണം. നോബഡി ടുക്ക് യുവർ പെൻ. ഇത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമോ? നിങ്ങളെല്ലാം തീർത്തോ എന്നാണ് ചോദിക്കുന്നത്. ചിലപ്പോ ഒരു ജോലിയെ കുറിച്ചാവാം, ചിലപ്പോ എന്തെങ്കിലും ഭക്ഷണം, ഐസ്ക്രീം തീർത്തോന്നാവാം, എന്തോ ആവാം. നിങ്ങളെല്ലാം തീർത്തോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാ ചോദിക്കുക? എല്ലാം എന്നാണ് ചോദ്യത്തിലുള്ളത്. എവ്രിതിങ് എന്ന് വരണം. ഡിഡ് യു ഫിനിഷ് എവ്രിതിങ്? തീർക്കുക എന്നുള്ളത് നമുക്ക് ഫിനിഷ് എന്ന് യൂസ് ചെയ്യാം. അപ്പൊ ഡിഡ് യു ഫിനിഷ് എവ്രിതിങ്? ഇവിടെ ഉത്തരം ഞങ്ങൾ എല്ലാം തീർത്തു എന്നാണ്. അപ്പൊ എന്താ പറയാ? വി ഫിനിഷ്ഡ് എവ്രിതിങ്. തീർത്തില്ല എന്നല്ല, തീർത്തു എന്നാ പറഞ്ഞേ. വി ഫിനിഷ്ഡ് എവ്രിതിങ്. എല്ലാവർക്കും ഫിലിം ഇഷ്ടായോ? നമ്മൾ എല്ലാവരും കൂടെ ഒരു മൂവി കാണാൻ പോയി, കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആ ഫിലിം ഇഷ്ടായോ? എങ്ങനെയാ ചോദിക്കുക? ഡിഡ് എവ്രി വൺ ലൈക്ക് ദ മൂവി അല്ലെങ്കിൽ ലൈക്ക് ദ ഫിലിം? മനസ്സിലായോ? ഡിഡ് എവ്രി വൺ അല്ലെങ്കിൽ എവ്രിബഡി എന്നും പറയാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എവ്രി വൺ എവ്രിബഡി രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ മീനിങ് ആണ്. ഡിഡ് എവ്രിബഡി ലൈക്ക് ദ മൂവി അല്ലെങ്കിൽ ഡിഡ് എവ്രി വൺ ലൈക്ക് ദ ഫിലിം? രണ്ടും ഒരേപോലെയുള്ള ചോദ്യമാണ്. ഇനി അടുത്തത്, നിങ്ങളുടെ കീസ് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയിന്നിരിക്കട്ടെ, താക്കോല് കാണുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ താക്കോല് എല്ലായിടത്തും നോക്കിയോ എന്ന്. നോക്കിയോ എന്ന് വെച്ചാൽ വെറുതെ നോക്കിയോ എന്നല്ലല്ലോ നമ്മൾ അർത്ഥമാക്കുന്നത്, അല്ലെ? അത് കിട്ടാൻ വേണ്ടിയിട്ട് തെരഞ്ഞോ എന്നാണ് ഈ ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ എങ്ങനെയാ ചോദിക്കുക? എല്ലായിടത്തും നോക്കിയോ എന്നാണ് ചോദിക്കുന്നത്. എല്ലായിടത്തും. അപ്പൊ നമ്മൾ എവ്രിവെയർ എന്ന് പറയണം കേട്ടോ, എല്ലായിടത്തും എന്നുള്ളതിന്. ചോദ്യം എങ്ങനെ ചോദിക്കും? ഡിഡ് യു ലുക്ക് എവ്രിവെയർ? എന്തിനു വേണ്ടിയിട്ട്? താക്കോലിന് വേണ്ടി. ഫോർ ദ കീസ്. അപ്പൊ ഇവിടെ മലയാളത്തിൽ താക്കോലിന് വേണ്ടി എന്ന് പറയണമെന്നില്ല. നിങ്ങൾ താക്കോൽ എല്ലായിടത്തും നോക്കിയോ എന്നായിരിക്കും ചോദിക്കുക സാധാരണ. പക്ഷെ ഇംഗ്ലീഷിൽ വരുന്നത് ഇങ്ങനെയാണ്, ഡിഡ് യു ലുക്ക് എവ്രിവെയർ? കീസ് അല്ല, ഡിഡ് യു ലുക്ക് എവ്രിവെയർ ഫോർ ദ കീസ് എന്ന് ചോദിക്കണം. പിന്നെ ഈ നോക്കുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം അന്വേഷിക്കുക, തിരയാന്നല്ലേ. അതിന് നമുക്ക് സെർച്ച് എന്നും യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഡിഡ് യു സെർച്ച് എവ്രിവെയർ ഫോർ ദ കീസ് എന്നും ചോദിക്കാം. അപ്പൊ ഈ ലുക്ക്, സെർച്ച്, അതിന് ഇവിടെ ഒരേ അർത്ഥമാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ലെസണിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പാസ്റ്റിൽ വരുന്ന തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാന്ന് പഠിച്ചു, അല്ലെ? ഡിഡ് വെച്ച് തുടങ്ങുന്നതും WH വേർഡ്സ് വെച്ച് തുടങ്ങുന്നതുമായ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടല്ലോ. അത് കൂടാതെ ഇങ്ങനെ എവ്രി വൺ, എനി വൺ, നോ വൺ, സം വൺ, അതേപോലെ സംതിങ്, എവ്രിതിങ്, അങ്ങനെയുള്ള വാക്കുകൾ, നോവെയർ, എവ്രിവെയർ, ഇതുമൊക്കെ നമ്മൾ കണ്ടു, അല്ലെ? അപ്പൊ ആദ്യം ഈ ചോദ്യങ്ങൾ ഞാൻ തരുന്നതിന് മുൻപ് ഇന്ന് നമ്മൾ കണ്ട കുറച്ച് പുതിയ വാക്കുകളുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. പറയുക, അതിന് നമുക്ക് വേണമെങ്കിൽ സേ എന്ന് പറയാം. പക്ഷെ ചിലപ്പോൾ നമ്മൾ ടെൽ എന്ന് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. എന്താ വ്യത്യാസം? ഇപ്പോ അയാൾ പറഞ്ഞു എന്ന് പറയാൻ ഹി സെഡ് എന്ന് പറയാം. അയാൾ എന്നോട് പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ഹി ടോൾഡ് മീ എന്ന് പറയും. അല്ലെങ്കിൽ ഹി സെഡ് ടു മീ എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ അത് അത്ര നാച്ചുറൽ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അവിടെ ആരോട് പറഞ്ഞു എന്ന് എടുത്തു പറയുമ്പോഴാണ് നമ്മൾ ഈ ടെൽ അല്ലെങ്കിൽ ടോൾഡ് യൂസ് ചെയ്യുന്നത്. ഇനി വാങ്ങുക, അതിന് ബൈ എന്നാ പറയുക. വിൽക്കുക സെൽ ആണ്. നോക്കുക, അതിന് നമുക്ക് ലുക്ക് എന്ന് പറയാം. പക്ഷെ ചിലപ്പോൾ നമ്മളിവിടെ അർത്ഥമാക്കുന്നത് എന്തെങ്കിലും ഒരു സാധനം കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിക്കുമല്ലോ, ആ നോട്ടമായിരിക്കും. അവിടെയും ലുക്ക് എന്ന് തന്നെ പറയാം. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ തിരയുക, അന്വേഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സെർച്ച് എന്നും പറയാം കേട്ടോ. പിന്നെ കാത്തിരിക്കുക വെയിറ്റ് ആണ്. പരിശോധിക്കുക എന്നുള്ളതിന് ചെക്ക് എന്നും പറയും. അപ്പൊ ഇത്രയും പുതിയ വേർബ്സ് നമ്മൾ കണ്ടു. ഇതിന്റെ എല്ലാം പാസ്റ്റ് ടെൻസ് ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മറന്നു പോകും കേട്ടോ. ഇനി ഇന്നത്തെ ഹോംവർക്കിന്റെ സമയമാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്ന ആദ്യത്തെ ടാസ്ക്, ഒരേ വേർബ് വരുന്ന തരം 3 ക്വസ്റ്റ്യൻസ് തരികയാണ്. ആദ്യത്തേത് ഒരു സെന്റൻസ് ആണ്, രണ്ടാമത്തത് നെഗറ്റീവ് ഫോം ആണ്, മൂന്നാമത്തത് ഒരു ക്വസ്റ്റ്യനുമാണ്. ആദ്യത്തെ സെന്റൻസ് ഇതാണ്, അവര് നന്നായി ഉറങ്ങി. അടുത്തത് നെഗറ്റീവ്, അവര് നന്നായി ഉറങ്ങിയില്ല. ചോദ്യം, അവര് നന്നായി ഉറങ്ങിയോ? ഇത് മൂന്നും നിങ്ങൾ നന്നായി ആലോചിച്ച് ഇംഗ്ലീഷിൽ പറയൂ. ഇവിടെ ഉറങ്ങുക എന്നുള്ളതിന് നമ്മൾ സ്ലീപ്പ് എന്നാണ് പറയുക. അതിന്റെ പാസ്റ്റ് ടെൻസ് സ്ലെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ എവിടെയാണ് ഈ പാസ്റ്റ് ഫോം വരേണ്ടത്, ഏതിലാണ് ബേസ് ഫോം, അതായത് ആദ്യത്തെ ഫോം യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കൂ കേട്ടോ. പിന്നെ നന്നായി എന്നുള്ളതിനുള്ള വാക്ക് നമ്മൾ കഴിഞ്ഞ ലെസണിൽ കണ്ടിട്ടുണ്ട്. വെൽ എന്നാണ് അതിന് പറയാം. ഇനി അടുത്ത ചോദ്യം, എല്ലാവരും ഉത്തരം എഴുതിയോ? ചോദ്യമാണ്. ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിനുള്ള വാക്ക് എവ്രി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു വാക്ക് ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിച്ചു. എഴുതുക എന്നുള്ളതിന് എന്ത് പറയും? റൈറ്റ് എന്നാണ് പറയുന്നത്. അതിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചെടുക്കൂ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ശരി ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്.
ഇനി ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ, എങ്ങനെയാണെന്നുള്ള അഭിപ്രായം നിങ്ങൾ എന്നെ എഴുതി അറിയിക്കൂ. അത് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വളരെ വിലയേറിയ ഒന്നാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യൂ. ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല, നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓൺ ആക്കി വെക്കണം. അറിയാലോ അതിന് എന്താ ചെയ്യേണ്ടതെന്ന്. ആ ബെൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾ അറിയുള്ളൂ. അതൊന്നും ചെയ്തേക്കണം കേട്ടോ. ഞാൻ സാധാരണ അത് അങ്ങനെ ഓർമ്മിപ്പിക്കാറില്ല. നിങ്ങൾ എന്തായാലും അത് അറിഞ്ഞ് ചെയ്യുമല്ലോ എന്നാണ് ഞാൻ കരുതാറുള്ളത്. അപ്പൊ ഇനിയും നമുക്ക് താമസിയാതെ തന്നെ ഇതുപോലെ യൂസ്ഫുൾ ആവുന്ന വേറൊരു വീഡിയോയുമായിട്ട് കാണാം ഇതേ സീരീസിൽ. അതുവരെ